സർവശക്തനായ ദൈവമേ, കൈവഴങ്ങിടും നിരങ്ങളെ നിന്നരംഗമങ്ങൾക്കു നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. പൂപ്പുകൈക്കുറുമായി കാൽക്കൈ വന്നു കാത്തിരുന്നു ഞാൻ. പ്രവൃത്തികൾ സമസ്തവും കൈവരിക്കുവാൻ തരുവരും സർവശക്തനായ ദൈവമേ, കൈവഴങ്ങിടും നിരങ്ങളെ നിന്നരംഗമങ്ങൾക്കു നന്ദി ചൊല്ലി വാഴ്ത്തിടുന്നിതേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ദുഃഖിതരെയും പീഡിതരെയും ആശ്വസിപ്പിക്കുവാൻ അയക്കപ്പെട്ട കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അനുതപിക്കുന്ന പാപികൾക്ക് പാപമോചനം നൽകുവാൻ ആഗതനായ ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും കാരുണ്യവാനുമായ ദൈവമേ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനും ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നവനും ദൈവനന്മയിൽ സമ്പന്നനുമായ വിശുദ്ധ അന്തോണീസിനെ ഞങ്ങൾക്ക് എന്നും സഹായം നൽകുന്ന മധ്യസ്ഥനായ അങ്ങ് നൽകിയല്ലോ. തിരുസഭയുടെ പണ്ഡിതനും ആധ്യാത്മ ഗുരുവുമായ ഈ വിശുദ്ധന്റെ യോഗ്യതകൾ വഴി ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ കേൾക്കണമേ എന്ന് നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഈ ദേവാലയത്തിൽ ലഭിക്കുന്ന പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5:30 വരെ അന്റോണിയൻ ഹാളിൽ പ്രത്യേക മധ്യസ്ഥ പ്രാർത്ഥന നടത്തപ്പെടുന്നു. പ്രാർത്ഥനാ നിയോഗങ്ങൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി എഴുതി വയ്ക്കുവാൻ താല്പര്യമുള്ളവർ മധ്യസ്ഥ പ്രാർത്ഥന ഗ്രൂപ്പുമായി ബന്ധപ്പെടുക. ദേവാലയത്തിലും ദേവാലയ പരിസരങ്ങളിലും ദയവ് ചെയ്ത് ഭിക്ഷാടനം പ്രോത്സാഹിപ്പിക്കരുത്. നിങ്ങളുടെ വിലപിടിപ്പുള്ള ആഭരണങ്ങളും മറ്റു വസ്തുക്കളും പ്രത്യേകം സൂക്ഷിക്കുക. ദേവാലയത്തിന് സമീപമുള്ള സെയിന്റ് ആന്റണീസ് റോഡിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. തീർത്ഥാടന കേന്ദ്രത്തിന് മുൻപിലുള്ള വിശുദ്ധന്റെ കപ്പേളയിൽ തിരി വഴിപാട് നടത്തുന്നവർ തിരിയുടെ കൂടുകൾ വേസ്റ്റ് ബോക്സിൽ തന്നെ നിക്ഷേപിക്കുക. പാർക്കിംഗ് ഏരിയയിൽ സെക്യൂരിറ്റിയുടെയും റോഡ് മുറിച്ച് കടക്കുമ്പോൾ ട്രാഫിക് പോലീസിന്റെയും നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുക. നേർച്ച വസ്തുക്കൾ താഴെ വീഴാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. ദേവാലയത്തിനകത്തും ആരാധന ചാപ്പലിലും ദയവ് ചെയ്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കരുത്. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ഫെബ്രുവരി 26, 27, 28 തീയതികളിൽ സാഘോഷം കൊണ്ടാടുന്നു. തിരുനാളിനൊരുക്കമായ അനുഗ്രഹ നവനാൾ നൊവേന ഫെബ്രുവരി 17 ആരംഭിച്ച് 25 സമാപിക്കുന്നു. തിരുനാൾ തിരുക്കർമ്മങ്ങളിലേക്കും നവനാൾ പ്രാർത്ഥനയിലേക്കും ഏവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രോഗശാന്തി ലഭിച്ചതിന് 317, ജോലി ലഭിച്ചതിന് 112, വിവാഹം മംഗളകരമായി നടന്നതിന് 49, കാണാതെ പോയത് കണ്ടുകിട്ടിയതിന് 148, കുടുംബസമാധാനം ലഭിച്ചതിന് 74, വഴക്ക് മാറിയതിന് 32, ധനസഹായം ലഭിച്ചതിന് 103, പുരപണി പൂർത്തിയായതിന് 140, പരീക്ഷയിൽ ജയിച്ചതിന് 389, സ്വഭാവദൂഷ്യം മാറിയതിന് 17, കേസിൽ ജയിച്ചതിന് 28, സുഖപ്രസവം നടന്നതിന് 40, ആദ്യമായി ഒരു കുഞ്ഞിനെ ലഭിച്ചതിന് 43,
മദ്യപാനം മാറിയതിന് 28, വിഷമഘട്ടത്തിൽ സഹായം ലഭിച്ചതിന് 179, ഉദ്ദിഷ്ടകാര്യം സാധിച്ചതിന് 281. കഴിഞ്ഞ ആഴ്ച ലഭിച്ച കൃതജ്ഞതകളിൽ ചിലത്. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസെ, അങ്ങേക്ക് 1000 നന്ദി. എന്റെ മകന് വേണ്ടിയാണ് ഈ കൃതജ്ഞത എഴുതുന്നത്. പൂർണ്ണ ആരോഗ്യവാനായിരുന്ന അവന് പെട്ടെന്നൊരു അസുഖം വന്നു. ആന്റിബയോട്ടിക് കൊണ്ട് മാറുമായിരുന്ന അസുഖത്തിന് സ്കാനിംഗ് കൂടി ഡോക്ടർ നിർദ്ദേശിച്ചു. അതിന്റെ റിസൾട്ട് വന്നപ്പോഴാണ് അറിയുന്നത് ഇടതുവശത്തെ കിഡ്നി ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന്. അതേ തുടർന്ന് 2 പ്രമുഖ ഹോസ്പിറ്റലുകളിൽ പരിശോധനകൾ നടത്തി. അവരുടെ അഭിപ്രായപ്രകാരം ഇടതുവശത്തെ കിഡ്നി മുറിച്ചു മാറ്റേണ്ടി വരുമെന്നും അല്ലെങ്കിൽ സാവധാനം വലതുവശത്തെ കിഡ്നിയെ കൂടി അത് ബാധിക്കുമെന്നും പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞങ്ങൾക്കുണ്ടായ മാനസിക വിഷമം പറഞ്ഞറിയിക്കുവാൻ സാധിക്കുമായിരുന്നില്ല. ഒരു കിഡ്നിയുമായി ജീവിക്കുന്നവരെയും ഒരു കിഡ്നി മറ്റുള്ളവർക്കായി ദാനം ചെയ്ത് ജീവിക്കുന്നവരെയും ഉദാഹരണമായി പറഞ്ഞ് ഡോക്ടർമാർ ഞങ്ങളെ ആശ്വസിപ്പിച്ചു. 16 വർഷം മുൻപ് ഞങ്ങൾക്ക് കുട്ടികളുണ്ടാകുവാൻ സാധ്യതയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞപ്പോൾ പുണ്യവാളന്റെ സന്നിധിയിൽ വന്ന് മാധ്യസ്ഥം യാചിച്ചു കിട്ടിയ മകന് അങ്ങയുടെ മാധ്യസ്ഥം തുടർന്നും ഉണ്ടാകുമെന്നും ഞങ്ങൾ വിശ്വസിച്ചു. പിന്നീട് നടത്തിയ ടെസ്റ്റുകളിൽ നിന്നും യൂറിൻ തിരികെ കിഡ്നിയിലേക്ക് പോകുന്നത് കൊണ്ടാണ് കിഡ്നി ചുരുങ്ങുന്നതെന്നും ഇത് സാവധാനം 2 കിഡ്നിയെ ബാധിക്കുവാൻ സാധ്യതയുണ്ടെന്നും ആരംഭത്തിൽ തന്നെ കണ്ടുപിടിക്കുവാൻ സാധിച്ചതുകൊണ്ട് ഒരു ചെറിയ ഓപ്പറേഷനിലൂടെ കിഡ്നിയിലേക്ക് പോകുന്നത് തടയുവാൻ സാധിക്കുമെന്നും അറിയിച്ചു. ഓപ്പറേഷൻ കഴിഞ്ഞ് 3 മാസം സ്കാൻ ചെയ്തു കഴിഞ്ഞപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് സ്ഥിരീകരിച്ചു. മകനെ ചികിത്സിച്ച എല്ലാ ഡോക്ടർമാരും ചോദിച്ചത് ഒരു ചോദ്യം തന്നെയായിരുന്നു. സാധാരണ ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് ഏകദേശം 40 വയസ്സാകുമ്പോഴാണ്. അപ്പോഴേക്കും ഓപ്പറേഷൻ ചെയ്യുവാൻ സാധിക്കാത്ത വിധം 2 കിഡ്നിയും തകരാറിലായിട്ടുണ്ടായിരിക്കും. നിങ്ങളുടെ മകന് ഈ അസുഖത്തിൻ്റെതായ യാതൊരു ലക്ഷണവും ഇല്ലാതിരുന്നിട്ടും സ്കാൻ ചെയ്യുവാനുള്ള കാരണം എന്താണ്? ഈ ചോദ്യം മകന് സ്കാനിംഗ് നിർദ്ദേശിച്ച ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ദൈവം തോന്നിപ്പിച്ചതായിരിക്കും എന്നാണ്. വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥത ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തിന് ഒത്തിരി നന്ദി. പാതുവായിലെ വിശുദ്ധ അന്തോണീസിന് 1000 നന്ദി. എന്റെ വിവാഹം കഴിഞ്ഞിട്ട് 33 വർഷമായി. ഞങ്ങൾക്ക് 2 ആൺകുട്ടികളാണ് ഉള്ളത്. ഞാനും കുട്ടികളും കഴിഞ്ഞ 12 വർഷമായി ഭർത്താവിൽ നിന്ന് മാറി താമസിക്കുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ യാതൊരുവിധ ദുശീലങ്ങളുമില്ല. എന്നാൽ അദ്ദേഹത്തിന്റെ സ്വഭാവമായി പൊരുത്തപ്പെട്ടു പോകുവാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വിവാഹം കഴിഞ്ഞതു മുതൽ ജീവിതം ദുരിതപൂർണമായിരുന്നു. മകന് 31 വയസ്സായി. കല്യാണ ആലോചനകൾ വന്നുകൊണ്ടിരുന്നു. ഒന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല. മോൻ വിദേശത്താണ്. 4 വർഷം മുൻപ് നാട്ടിൽ വന്നപ്പോൾ ഒരാലോചന വന്നു. 2 കൂട്ടർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു. വിവാഹം നടത്തുവാൻ ഉറപ്പിച്ചു. അപ്പോഴാണ് മോന്റെ അച്ഛൻ ആ പെൺകുട്ടിയുടെ വീട്ടുകാരോട് പറഞ്ഞത് ഈ വിവാഹം നടക്കരുതെന്ന്. പയ്യന് നല്ല ജോലിയില്ല, ഫാമിലി വിസയില്ല, കടബാധ്യതയുള്ള വീടാണ്. ജോലി ചെയ്യുന്ന പണം മുഴുവനും കടം വീട്ടുവാനേ തികയുള്ളൂ. 2ാമത്തെ മകനാകട്ടെ ഭയങ്കര പ്രശ്നക്കാരനാണെന്നും. ഇത് കേട്ട് കഴിഞ്ഞതോടെ അവർക്ക് ഈ കല്യാണം നടത്തുവാൻ താല്പര്യമില്ലാതായി. അങ്ങനെയിരിക്കെ യാദൃച്ഛികമായാണ് ഞാനും എൻ്റെ സുഹൃത്തും ചേർന്ന് പുണ്യവാളന്റെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയത്. 9 ആഴ്ച നൊവേന കൂടാമെന്നും കൃതജ്ഞത എഴുതിടാമെന്നും നേർന്നു. അത്ഭുതമെന്ന് പറയട്ടെ, 3 ആഴ്ചകൾ കഴിഞ്ഞപ്പോഴേക്കും അച്ഛൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളെന്ന് അവർക്ക് മനസ്സിലാവുകയും തെറ്റിദ്ധാരണ മാറ്റുകയും 3 ആഴ്ചക്കുള്ളിൽ എൻഗേജ്മെന്റ് നടത്താമെന്ന് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ കഴിഞ്ഞ ആഴ്ച എൻഗേജ്മെന്റ് നടന്നു. വിശുദ്ധ അന്തോണീസിന് 1000 നന്ദി. അത്ഭുത പ്രവർത്തകനായ അന്തോണീസ് പുണ്യവാളന് നന്ദി. ഞാനൊരു ഹിന്ദു യുവതിയാണ്. കഴിഞ്ഞ 4 വർഷമായി മുടങ്ങാതെ ഈ പള്ളിയിൽ വരുന്നു. ചെറുതും വലുതുമായ നിരവധി അനുഗ്രഹങ്ങൾ പുണ്യവാളൻ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. എന്റെ ഭർത്താവിന് ഗൾഫിലേക്ക് പോകുവാൻ ഒരവസരം ലഭിച്ചു. പക്ഷെ കുട്ടികളെയും കുടുംബത്തെയും നാടും ഉപേക്ഷിച്ച് പോകുവാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു. സ്വന്തമായി സ്ഥലവും വീടും ഇല്ലാത്തതിനാൽ അവിടെ പോകുകയല്ലാതെ മറ്റൊരു മാർഗവും ഞങ്ങളുടെ മുന്നിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് വിസ ശരിയാക്കുവാൻ വേണ്ടി
9 ആഴ്ച നൊവേനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. 2ാമത്തെ ആഴ്ച പ്രീ മെഡിക്കലിലുള്ള കോൾ വന്നു. അത് അറ്റൻഡ് ചെയ്തു. എന്നിട്ടും നിലവിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിക്കാതെയുള്ള അദ്ദേഹത്തിന്റെ മറുപടി കേട്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. വിദേശത്ത് നൽകാമെന്ന് പറഞ്ഞിരിക്കുന്ന സാലറിയുടെ അടുത്തു വരുന്ന തുക ഇവിടെ ശമ്പളമായി നൽകാമെന്ന് അറിയിച്ചു. കൂടാതെ സ്വന്തമായി ഒരു ചെറിയ വീടിന് സ്ഥലവും വേണ്ട ഏർപ്പാടുകൾ ചെയ്തു തരാമെന്നും അറിയിച്ചു. വർഷങ്ങളായുള്ള ഞങ്ങളുടെ ആഗ്രഹങ്ങൾ ഒരുമിച്ച് നേടിത്തന്ന അന്തോണീസ് പുണ്യവാളന് 1000 നന്ദി. പ്രിയ സഹോദരരെ, നമ്മുടെ ജീവിതത്തിലും വിശുദ്ധ അന്തോണീസിന്റെ മധ്യസ്ഥത ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടെ ഉറക്കെ നവനാൾ ജപങ്ങൾ ഉരുവിടാം. ഓ ധന്യനായ വിശുദ്ധ അന്തോണീസേ, നന്മകളുടെ നിറകുടവും എളിമയുടെ ദർപ്പണവുമായ അങ്ങേ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങേ മധ്യസ്ഥതയാൽ രോഗവും മരണവും അബദ്ധവും അനർത്ഥങ്ങളും തിന്മകളും നഷ്ടങ്ങളും ഇല്ലാതാകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. നഷ്ടപ്പെട്ട വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിനും ദുഃഖിതർക്ക് ആശ്വാസവും പാപികൾക്ക് അനുതാപവും നൽകുന്നതിന് കഴിവുള്ള അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. ഉണ്ണീശോയുടെ വിശ്വസ്ത സ്നേഹിതനായ വിശുദ്ധ അന്തോണീസേ, അങ്ങ് ഞങ്ങൾക്ക് എന്നും തുണയും മധ്യസ്ഥനും ഉപകാരിയും ആയിരിക്കണമേ. ഞങ്ങളുടെ ആത്മീകവും ഭൗതികവുമായ സകല ആവശ്യങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ ഞങ്ങൾ അപേക്ഷിക്കുന്ന നന്മകൾ, നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ നിയോഗങ്ങളും ആഗ്രഹങ്ങളും വിശുദ്ധ അന്തോണീസിന്റെ പക്കലിലൂടെ നമ്മുടെ കർത്താവായ യേശുവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് വിശ്വാസത്തോടെ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി തരുമെന്ന ബോധ്യത്തോടെ നമുക്ക് മൗനമായി പ്രാർത്ഥിക്കാം. പ്രാർത്ഥന നിയോഗങ്ങൾ. രോഗസൗഖ്യത്തിനായി ഫാദർ ജോബി, ജമി, ജോയ്, സുകുമാരൻ, അന്ന, പോൾ, സിജി, ജോജി, വിക്ടർ, വിപിൻ, ബ്രദർ ഫ്രാൻസിസ്, അനീഷ്, എൽദോ, ഫാദർ പന്തലുകാരൻ, മേഴ്സി, സൈമൺ, ജോസി, അമൽരാജ്, ത്രേസ്യാമ്മ, ബിൻസി, നീന, ഷീന, ജോസ്വീന, സാറ, ജസ്ലിൻ, ബെൻസൺ, ഷ്യാം, നിഖിലൻ, കിരൺ, ഫിലിപ്പ്, ആന്റണി, സോജൻ, സരിക, വിറ്റി, ഹെനോക്, വർഷ, ഓമന, മനു, സൗമേഷ്, ഡോറി, ജോയ്സി, സജി, സേവ്യർ, ഫ്രെഡി, ഫിയോണ, ആശ്വിൻ, ജോജി, ആന്റണി, ജോൺ, ജിലത്, റോഷിനി, ഹരി, ജോൺ, ജോയ്, ഗ്രേസി ബെഞ്ചമിൻ, സിജി ജോസഫ്, തോമാച്ചൻ, ജെയിംസ്, ബിൻസി, ജസ്റ്റിൻ, ആന്റണി പോൾ, സിസ്റ്റർ അഗസ്റ്റ, ലില്ലി, വൈഗ, തോമസ്, ജോസഫ്, റീഗൻ, സുനിത, അൽഫോൺസ, ലിൻഡ, ഗർഭശിശു, മോഹൻ ജോസഫ്, പ്രമോദ്, മോഹൻകുമാർ, സുനി തോമസ്. ക്യാൻസർ രോഗസൗഖ്യത്തിനായി ജാൻസി, ഷീവ, സോമൻ, ഷൈൻമോൾ, ഡോക്ടർ പ്രസന്ന മേനോൻ, ലീല, ഫിലോമ ബാബു, റിയ മോൾ, സോണ, ആന്റണി, റസ്ന, സരോജം, ജോണി. ലങ്സിൽ ക്യാൻസറുള്ള ജോസ്. വൃക്ക സംബന്ധമായ രോഗങ്ങളിൽ നിന്നും സൗഖ്യം ലഭിക്കുവാനായി ക്രിസ് സാമുവൽ, ഹിൽറ്റ, സിബിച്ചൻ, ഷീബ, ബീന,
കരൾ രോഗസൗഖ്യത്തിനായി ഡേവിഡ്, ഫ്രാൻസിസ്, ജോൺ, സാലി. ഹൃദ്രോഗസൗഖ്യത്തിനായി പെണ്ണമ്മ, പാസ്കൽ, പീറ്റർ, ജാക്കുലിൻ, സാബു, പ്രകാശ്, അന്നമ്മ. ഐസിയുവിലായിരിക്കുന്ന CJ രാജൻ, അമൽ രാജ്, റോസമ്മ, ഫിലിപ്പ്. വെന്റിലേറ്ററിലായിരിക്കുന്ന ജോസഫ്, ഫിലോമിന, ജോൺ. ഓപ്പറേഷന് വിധേയരാകുന്ന ഗ്ലൂമിൻ, ഫ്രാൻസിസ്, രാജു. ആക്സിഡന്റ് മൂലം രോഗാവസ്ഥയിൽ കഴിയുന്ന ജോളിമോൻ, വർഗീസ്, യോച്ചൻ, സെൽവം, ടോമി, മാത്യു. ഈ സഹോദരങ്ങളൊക്കെ സമർപ്പിച്ച് നമുക്ക് ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം. അതോടൊപ്പം നമ്മുടെ ജീവിതത്തിലുള്ള വ്യക്തിപരമായ, മാനസികവും ശാരീരികവുമായ എല്ലാ അസ്വസ്ഥതകളെയും പുണ്യവാളന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ വീടുകളിലും ആശുപത്രികളിലും രോഗാവസ്ഥയിൽ കഴിയുന്ന എല്ലാ സഹോദരങ്ങൾക്കും പൂർണ്ണ സൗഖ്യവും പൂർണ്ണ ആരോഗ്യവും ലഭിക്കണമേ എന്ന് നമുക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലാം. പരമപിതാവായ ദൈവത്തിൻ്റെ പക്കൽ നിന്ന് അങ്ങേ മാധ്യസ്ഥം വഴി ഞങ്ങൾക്ക് നേടിത്തരണമേ. ശാന്തനും സ്നേഹസമ്പൂർണനുമായ വിശുദ്ധ അന്തോണീസെ, അങ്ങയുടെ അനുഗ്രഹങ്ങളെ ഞങ്ങളെന്നും കൃതജ്ഞതയോടെ പ്രകീർത്തിക്കും. ഞങ്ങളുടെ ആത്മശരീരങ്ങളും ഞങ്ങൾക്കുള്ള സകലതും അങ്ങേക്ക് സമർപ്പിക്കുന്നു. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത വിശുദ്ധ അന്തോണീസെ, എല്ലാവിധ വിപത്തുകളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ജീവിത ക്ലേശങ്ങളെ പ്രശാന്തതയോടെ നേരിടുവാനും പാപത്തിൽ അകപ്പെടാതെ നല്ല ജീവിതം നയിക്കുവാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. പ്രലോഭനങ്ങൾ ഞങ്ങളെ ദുർബലരാക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് അങ്ങ് ശക്തമായ തുണയായിരിക്കണമേ. ഉദാരതയും സ്നേഹവുമുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ നന്മകളും ദുഃഖിതരും പാവങ്ങളുമായ ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാനുള്ള സന്നദ്ധതയും ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സമൂഹ പ്രാർത്ഥന. നിത്യനായ ദൈവമേ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന അങ്ങേ മക്കൾ ഈ നവനാൾ പ്രാർത്ഥന വഴി ഈശ്വര ചൈതന്യം നവമായി ഉൾക്കൊണ്ടുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ പൂർവോപരി ഊർജ്ജസ്വലരാകുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ അന്തോണീസ് വഴി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജീവിത പ്രതിസന്ധികളിൽ അചഞ്ചലമായ വിശ്വാസത്തോടും തീക്ഷ്ണമായ പ്രത്യാശയോടും കൂടി ദൈവതൃക്കരങ്ങളിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിതത്തെ ധൈര്യപൂർവ്വം നേരിടുവാനുള്ള അനുഗ്രഹം നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിളസമൃദ്ധിയും തൊഴിൽസ്ഥിരതയും വ്യാവസായിക നീതിയും വഴി സാമ്പത്തിക ഭദ്രതയും സാമൂഹിക സമാധാനവും ജീവിത സംതൃപ്തിയും ഏവർക്കും ലഭ്യമാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തൊഴിൽ ഇല്ലാതെയും ജീവിതമാർഗം കാണാതെയും ഉഴലുന്ന എല്ലാവരും ക്രിസ്തുനാഥനിൽ പ്രത്യാശയും ഭദ്രതയും കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
വിവാഹ ജീവിതം നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഞങ്ങളുടെ യുവതി യുവാക്കൾക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്തുവാനും വിവാഹത്തിനുള്ള മാർഗങ്ങൾ തെളിഞ്ഞിട്ടുവാനും കൃപയരുളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മദ്യപാനത്തിന്റെയും മയക്കുമരുന്നിന്റെയും തിക്തഫലങ്ങൾ നിമിത്തം തകർന്ന കുടുംബങ്ങൾക്ക് സമാശ്വാസവും അവയ്ക്ക് അടിമയായിരിക്കുന്നവർക്ക് ആ ബന്ധനത്തിൽ നിന്ന് മോചനവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാരീരിക അസുഖങ്ങളാലും മാനസിക വ്യതകളാലും കഷ്ടത അനുഭവിക്കുന്നവർക്കും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടോ മറ്റു കാരണങ്ങൾ കൊണ്ടോ ബന്ധനങ്ങൾക്ക് വിധേയരായിരിക്കുന്നവർക്കും മോചനവും സൗഖ്യവും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അധ്യയന ജീവിത കാലഘട്ടത്തെ അഭിമുഖീകരിക്കുന്ന വിദ്യാർത്ഥികൾ തങ്ങളുടെ സമയവും കഴിവും ഫലപ്രദമായി ചെലവഴിക്കുവാനും അതുവഴി ഉത്തമ ജീവിത മൂല്യങ്ങളിൽ നിഷ്ഠയുള്ളവരായി വളരുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മരണാസന്നർക്ക് പ്രത്യാശയും ഞങ്ങളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ എല്ലാവർക്കും നിത്യസമ്മാനം പ്രദാനം ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സൃഷ്ടാവും രക്ഷകനുമായ ദൈവമേ, അങ്ങേ വിശ്വസ്തദാസനായ വിശുദ്ധ അന്തോണീസിനെ വിശേഷ പുണ്യങ്ങളാലും അത്ഭുത പ്രവർത്തന വരത്താലും ധന്യനാക്കുന്നതിന് അങ്ങ് തിരുവുള്ളമായല്ലോ. അങ്ങേ കൃപാകടാശത്താൽ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി ഞങ്ങൾ യാചിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമേ എന്ന് സ്വർഗത്തിൽ നിത്യമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ചെയ്തു ഞങ്ങൾ സ്വർഗരാജ്യ രശ്മിയേകിടും ക്രിസ്തുവിന്റെ പരിശുദ്ധോത്തമ ഉൾപാദങ്ങളെന്നും ആശ്രയം അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങൾ സ്വർഗരാജ്യ രശ്മിയേകിടും ക്രിസ്തുവിന്റെ പരിശുദ്ധോത്തമ ഉൾപാദങ്ങളെന്നും ആശ്രയം പ്രാർത്ഥന സഹായ ശക്തിയ ശ്രേയസാമൂഹ്യങ്ങൾ വാഴുവാൻ പ്രീതരായി വരങ്ങൾ നൽകണേ. വേദനിച്ചിടുന്ന ചേതസ്സും നീരേറുന്ന നിർവീര്യങ്ങളും കാഴ്ചവച്ചു കൂടിടും നീതാ കാഴ്ചവച്ചു കേൾക്കനായക പാടുവായും ആശയോടെ നിന്നു പാടുവാശ്രയിച്ചോരേ ആശനേവി നിന്നനുഗ്രഹ ആശിസേവുന്നു മൗലികം അത്ഭുതങ്ങൾ ചെയ്തു ഞങ്ങൾ സ്വർഗരാജ്യ രശ്മിയേകിടും ക്രിസ്തുവിന്റെ പരിശുദ്ധോത്തമ ഉൾപാദങ്ങളെന്നും ആശ്രയം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചില മനുഷ്യരുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിരിക്കാത്ത സമയത്ത് സ്നേഹത്തിൻ്റെ സർപ്രൈസ് സമ്മാനമായി അവർ തരും. കറകളഞ്ഞ അവരുടെ കാരുണ്യം നമ്മെ അടിമുടി വിസ്മയിപ്പിക്കും. ദാഹിച്ചു വരണ്ട ഭൂമിയിലേക്ക് വേനൽ മഴത്തുള്ളി പോലെ, പിന്നെ വറുതിക്കാലത്ത് കുളിരേകുന്ന കാറ്റ് പോലെ മെല്ലെ പരന്ന് തൊട്ട് തഴുകി
അവർ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കും. ഇങ്ങനെ സർപ്രൈസ് നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് പേരെ നമ്മൾ ഓർത്തിരിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളോടും എന്നോട് തന്നെ ഒരു ചോദ്യം: നമ്മൾ ആർക്കൊക്കെ സ്നേഹത്തിന്റെ സർപ്രൈസ് വെറുതെ നൽകുന്നുണ്ട്? അതിനുത്തരം കണ്ടെത്താൻ ശ്രമിച്ചു നോക്കുക. ചൈനക്കാർ പുതിയ തലമുറക്കാർക്ക് കൈമാറുന്ന വളരെ സുന്ദരമായ നുറുങ്ങ് കഥയുണ്ട്. ഒരു മേരി ലിൻ എന്ന ഗ്രാമീണ സ്ത്രീയെക്കുറിച്ചുള്ള കഥയാണത്. ഈ സ്ത്രീ വെറും സാധാരണക്കാരിയാണ്. പക്ഷേ നിന്നെരിഞ്ഞ് കത്തിപ്പടരുന്ന മെഴുകുതിരിയുടെ ധർമ്മം അനുഷ്ഠിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളാണ്. എവിടെ പ്രശ്നമുണ്ടെങ്കിലും അവിടെ ചെന്ന് ആശ്വസിപ്പിക്കും, തനിക്കാവുന്നത്രയും സഹായിക്കും. അങ്ങനെ സൗമ്യം തഴുകി പോകുന്ന ഒരാൾ. അവർ മരിച്ചു. എല്ലാവർക്കും അറിയാം അവർ മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിലേ പോകുമെന്ന്. അവർ സ്വർഗത്തിൽ തന്നെ ചെന്നു. സ്വർഗ കവാടത്തിങ്കൽ സമയം ഊഴം കാത്തവരെങ്ങനെ നിൽക്കുന്നു. വാതിൽ തുറക്കപ്പെടാൻ പോകുന്നു. പെട്ടെന്ന് ഭൂമിയിൽ നിന്നും ഏതോ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ. മേരി ലിൻ ആ കരച്ചിൽ കേട്ട് മുഖം തിരിച്ചു. ആ കരച്ചിലിന്റെ ഉറവിടം ചിന്തിച്ചങ്ങനെ ഇരുന്നു. സ്വർഗത്തിന്റെ വാതിൽ തുറന്നത് അവരറിയുന്നില്ല ഇപ്പോൾ. കാരണം ആ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് കുഞ്ഞിന്റെ കരച്ചിൽ മാറ്റാനുള്ള വ്യഗ്രതയാണ് അവർക്ക്. പിന്നെ തുറന്ന സ്വർഗത്തിന്റെ വാതിൽ ഗവനിക്കാതെ അവർ നേരെ എതിർവഴിയിലൂടെ നടന്ന് ഭൂമിയിലേക്ക് താണിറങ്ങി. അവർക്ക് സ്വർഗം വേണ്ട, പാവപ്പെട്ടവരെ സഹായിച്ചാൽ മാത്രം മതി എന്നൊരു മനോഗതി. പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിൽ മനോഭാവമുള്ള മനുഷ്യരെയൊക്കെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ? അതായത് ഏത് സ്വർഗസുഖം പോലും വേണ്ടെന്ന് വെച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി നിന്നെരിഞ്ഞ് കത്തിപ്പടരുന്ന ചില മനുഷ്യർ. അതുപോലെയൊക്കെ ആയിത്തീരാൻ ഇടയ്ക്ക് കൊതിക്കേണ്ടതല്ലേ? ഇനി വീണ്ടും ആലോചിച്ച് നോക്കുക. ഒരല്പം നിഷ്കളങ്കതയുണ്ടായാൽ മതി മറ്റുള്ളവർക്ക് സർപ്രൈസ് കൊടുക്കുവാൻ. ലവ് ഡോക്ടർ എന്നറിയപ്പെടുന്ന ഡോക്ടർ ലിയനാർഡോ ലിയോ, അദ്ദേഹം കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ മോട്ടിവേഷണൽ സ്പീക്കറാണ്. ഒരിക്കൽ ഏറ്റവും കെയറിംഗ് ആയിട്ടുള്ള, ഏറ്റവും കരുണയുള്ള കുഞ്ഞിനെ കണ്ടെത്തുന്ന ഒരു കോണ്ടസ്റ്റിന്റെ പാനലിൽ ജഡ്ജായി അദ്ദേഹം നിയമിതനായി. ആ പാനൽ ഏറ്റവും കെയറിംഗ് ആയി കണ്ടെത്തിയത് ഒരു 4 വയസ്സുകാരൻ പയ്യനെയാണ്. അവൻ എന്താ ചെയ്തത്? തൊട്ടടുത്ത ഫ്ളാറ്റിൽ താമസിക്കുന്ന ഭാര്യ അടുത്തിടെ മരിച്ചു പോയൊരു വൃദ്ധനെ അവൻ ആശ്വസിപ്പിച്ചു. അയാളുടെ കണ്ണീരില്ലാതാക്കി. അതാണ് അവൻ ചെയ്ത കാര്യം. അവൻ എന്താണ് വ്യക്തമായി ചെയ്തത് എന്നറിയുക. ഓടി ഇയാളുടെ മടിയിൽ കയറിയിരുന്നു. അപ്പൊ മമ്മി അവനോട് ചോദിക്കുന്നുണ്ട്, നീ എന്ത് പറഞ്ഞാണ് അയാളെ ആശ്വസിപ്പിച്ചത്? അവൻ പറയുന്നു, ഞാൻ ഒന്നും പറഞ്ഞില്ല, അങ്കിളിനോട് സ്വസ്ഥമായി കരയാൻ പറഞ്ഞു, കരയാൻ ഞാൻ അനുവദിച്ചു, അത്ര ചെയ്തോളൂ. സ്വസ്ഥമായിട്ടൊന്ന് കരയാൻ ഒരാൾ അനുവദിക്കണമെന്നുണ്ടെങ്കിൽ അത് സർപ്രൈസ് നൽകുന്ന ഹൃദയമുള്ളവർക്കേ സാധിക്കൂ. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുഞ്ചിരി സമ്മാനിക്കാൻ പറ്റുമോ? പറ്റില്ല. പക്ഷേ ചില ആളുകൾക്ക് ഹൃദയം തുറന്നൊന്ന് കരയുവാൻ തക്ക വിധത്തിൽ ഊഷ്മളതയുള്ള ഒരു ഇടമായി നിങ്ങളുടെ ജീവിതം മാറുമ്പോൾ അത് തന്നെ ഒരു സർപ്രൈസ് അല്ലേ? നിങ്ങളുടെ നെഞ്ചോട് ചേർന്നിരുന്ന് ആർക്കെങ്കിലും ഒന്ന് കരയാനെങ്കിലും പറ്റുകയാണെങ്കിൽ അത് തന്നെ നിങ്ങളുടെ ഉദാത്തതയല്ലേ കാണിക്കുക? അങ്ങനെ ഉണ്ടാകുന്നുണ്ടോ ജീവിതത്തിൽ എന്ന് പ്രിയപ്പെട്ടവരെ ചോദിക്കുക. ഓ ഹെൻറിയുടെ അതിസുന്ദരമായ കഥയിൽ യങ് ക്രിമിനൽ, യുവാവായ ക്രിമിനൽ, അയാൾ റഫ് ടഫ്, വല്ലാത്ത ധാർഷ്ട്യഭാവങ്ങൾ, വല്ലാത്ത വൈരാഗ്യം, വയശി മനസ്സിൽ, അങ്ങനെയുള്ള അയാൾ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെടുകയാണ്. വധശിക്ഷയ്ക്ക് വേണ്ടി വലിച്ചിഴക്കപ്പെടുന്ന ആ സമയത്ത് പോലും അയാളുടെ മനസ്സിൽ പശ്ചാത്താപമില്ല. മുഖത്ത് ഘനീഭവിച്ച കരിമേഘത്തിന്റെ കാളിമയാണ്, ചിരിക്കുന്നില്ല, വല്ലാത്ത ദേഷ്യമാണ് എല്ലാവരോടും, ലോകത്തോട് മുഴുവൻ. അങ്ങനെ നടന്നു പോകുമ്പോൾ വഴിയോരത്ത് വഴിവിളക്കിന്റെ താഴെ പണ്ടത്തെ അയാളുടെ ബാല്യകാല സഖി, ഇപ്പോൾ വലിയ പെൺകുട്ടി, അവൾ നിൽക്കുന്നു. പണ്ട് അവളുടെ മുഖത്തുണ്ടായിരുന്ന അതേ പിന്നിലാവിന്റെ പൗർണമിയോടുകൂടി അവൾ പുഞ്ചിരിക്കാൻ തുടങ്ങുന്നു. ഇവനെ നോക്കി ഒരു കുറ്റപ്പെടുത്തലില്ലാതെ വെറുതെ പുഞ്ചിരിക്കുകയാണ്. ആ പുഞ്ചിരിയിൽ അവൻ വീണ്ടെടുക്കപ്പെടുകയാണ്. അവൻ ആദ്യമായിട്ട് ഒന്ന് ചിരിക്കുകയാണ്. ആ ചിരി പിന്നെ അവന്റെ ശരീരം മുഴുവന് വ്യാപിക്കുകയാണ്. വധശിക്ഷയൊന്നും അവന്റെ റദ്ദാക്കപ്പെടുന്നില്ല. അവൻ മരിച്ചു. പക്ഷെ മരിക്കും മുമ്പ് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു. അവൻ എല്ലാവരും നോക്കി ഒന്ന് ചിരിച്ചു, മനസ്സിലൊരു നന്ദി പറഞ്ഞു. അവൻ പുതിയൊരു മനുഷ്യനായിട്ട് മരിച്ചു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇത്രയെങ്കിലുമൊക്കെ നമുക്ക് മറ്റുള്ളവർക്ക് നൽകാൻ സാധിക്കും. നിങ്ങളുടെ ഒരു പുഞ്ചിരി ഒരാളെ വീണ്ടെടുത്തുനിന്ന് വരാം. അതെന്തിനാ നിഷേധിക്കുന്നത്?
ഒരു ഫോൺ വിളി ഒരുപക്ഷെ ഒരാളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി മാറിയെന്ന് വരാം. അയാളുടെ ദിശ മൊത്തത്തിൽ മാറിയെന്ന് വരാം. നിങ്ങൾ സ്നേഹത്തോടെ അയക്കുന്ന ഒരു മെസ്സേജ് ഒരു പക്ഷെ ഒരാളുടെ ജീവിതത്തിന് പുതിയൊരു തുറവി കൊടുത്തെന്ന് വരാം. അതൊക്കെ എന്തിനു നിഷേധിക്കണം എൻ്റെ പ്രിയപ്പെട്ടവരെ? അർഹിക്കുന്നവർക്ക് മാത്രമേ എല്ലാം വച്ചു നീട്ടൂ എന്ന് ശഠിക്കരുത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒന്നും അർഹിക്കുന്നവരല്ല. ദാനമല്ലാതെ നിങ്ങളുടെ കൈവശം എന്താ ഉള്ളത്? അങ്ങനെയാണെങ്കിൽ ദാനമായി തന്നെ ചിലതെല്ലാം കൊടുക്കുന്നത് എങ്ങനെയെന്ന് പഠിച്ചെടുക്കുക. ചിലപ്പോൾ മൃതിയുടെ നേരത്ത് പോലും ചില മൃദുമന്ദഹാസങ്ങൾ ആളുകൾക്ക് ജീവൻ അമൃതം പകരും. ഒന്നാം ലോകമഹായുദ്ധം നടക്കുന്നു. പോർവിളികളും പോർവിമാനങ്ങളും പോരടികളും അങ്ങനെയുള്ളൊരു സമയത്ത് ലഫ്റ്റനന്റിന്റെ അടുക്കൽ ഒരു സാധാരണ ഭടൻ ചെന്നിട്ട് പറഞ്ഞു, എൻ്റെ ചങ്ങാതിയെ കാണാനില്ല. അയാൾ മിക്കവാറും പോർമുഖത്ത് മരിച്ചു വീണിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അവനൊന്ന് കണ്ടെത്തണം. കണ്ടെത്തി അവൻ മരിച്ചിട്ടില്ലെങ്കിൽ തിരികെ കൊണ്ടുവരണം. മരിച്ചു പോയെങ്കിൽ എനിക്ക് അവൻ്റെ കൂടെ ആയിരിക്കണം. അതുകൊണ്ട് എന്നെ അനുവദിക്കണം. ലഫ്റ്റനന്റ് പ്രാക്ടിക്കലാണ്. അദ്ദേഹം പറഞ്ഞു, നീ എന്തിനിപ്പോൾ പോകുന്നത്? കാരണം പോർ വിമാനങ്ങളും പോരടികളൊക്കെയാണ്. അവിടെ ചെന്നു കഴിഞ്ഞാൽ മിക്കവാറും നിന്റെ ചങ്ങാതി മരിച്ചു കാണണം. പിന്നെ നീയും മരിച്ചു പോവും. വെറുതെ എന്തിനാ റിസ്ക് എടുക്കുന്നത്? അങ്ങനെ ഒരു യാത്രയുടെ ആവശ്യമുണ്ടോ? പക്ഷെ ഇയാൾ പറഞ്ഞു, പോയേ തീരൂ സാർ. കാരണം അവൻ എൻ്റെ ചങ്ങാതിയല്ലേ, എനിക്ക് അവനെ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ പോകും. അയാൾ ചെന്നു. പിന്നെ കുറെ മണിക്കൂറുകൾക്ക് ശേഷം അയാൾ തിരികെ വരുന്നു. മൃതപ്രായനായി വേച്ച് അയാളുടെ തോളത്ത് ആ കൂട്ടുകാരന്റെ മൃതദേഹവും ഉണ്ട്. അപ്പൊ ലഫ്റ്റനന്റ് ദുഃഖത്തോടെ പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ലേ, വെറുതെ പാഴായി പോയില്ലേ നിന്റെ യാത്ര? നിന്റെ കൂട്ടുകാരനും മരിച്ചു, നീ ഇപ്പോഴും മരിച്ചു തുടങ്ങുന്നു. ഇതിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു? ഈ യാത്ര കൊണ്ട് എന്തെങ്കിലും നീ നേടിയോ? ഇയാൾ പറഞ്ഞു, നേടി സാർ, ശരിക്കും നേടി ഞാൻ. കാരണം ഞാൻ അവന്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അവൻ മരിച്ചിട്ടില്ലായിരുന്നു. അവൻ എൻ്റെ കണ്ണിൽ നോക്കി ചിരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് ഉറപ്പായിരുന്നു നീ വരുമെന്ന്. അത് പറഞ്ഞിട്ട് ആ ഉറപ്പ് നൽകിയ സന്തോഷത്തോടെ അവൻ മരിച്ചു. സാർ, ഇതിനേക്കാൾ വലിയ നേട്ടമുണ്ടോ സാർ? ഇതിനേക്കാൾ എന്താണ് ഞാൻ ജീവിതത്തിൽ നേടിയെടുക്കേണ്ടത് സാർ? പ്രിയപ്പെട്ടവരെ, ചില ഉറപ്പുകളുണ്ട്. ജീവിത പങ്കാളിയുടെ കണ്ണിൽ നോക്കിയിട്ട് ഭർത്താവ് പണ്ട് പറഞ്ഞു, ഒരിക്കലും നിന്നെ ഞാൻ പറ്റില്ല. ആ പറ്റിക്കില്ല എന്ന ഉറപ്പുറച്ച് വിശ്വസിച്ചു അവൾ. പക്ഷെ പിന്നീട് ആ ഉറപ്പ് കാറ്റിൽ പറന്നു പോയപ്പോൾ ജീവിതമാണ് പിന്നെ തട്ടി തകർന്നു പോയത്. അപ്പന്റെ അമ്മയുടെയും കണ്ണുകൾ നോക്കിയിരുന്ന കുട്ടി പറഞ്ഞു, ആരൊക്കെ കൈവിട്ടു പോയാൽ അപ്പനും അമ്മയും ഉണ്ടാവും. പക്ഷെ ആ ഉറപ്പ് ലംഘിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ കുട്ടി പിന്നെ താഴ്വാരത്തിലേക്ക് എടുത്തെറിയപ്പെട്ട പട്ടം പോലെയായി പോയി, ചീന്തിപ്പോയി. അതുപോലെ തന്നെ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോട് പറഞ്ഞു, ആരെല്ലാം പോയാലും നീ മോളെ, നീ മോനെ, നിങ്ങൾ ഞങ്ങളെ കൈവിട്ട് കളയില്ല. വാർദ്ധക്യം എത്തുമ്പോഴും നിങ്ങളുണ്ടാവും. എന്നിട്ട് ഈ മകനും മകളും തന്നെ അപ്പനെയും അമ്മയും തള്ളിക്കളഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ഉറപ്പങ്ങ് കാറ്റിൽ പോയി. പിന്നെ ഇലകളെല്ലാം കൊഴിഞ്ഞു പോയ പടുമരം പോലെ അവർ വിറങ്ങലിച്ച് വിതുമ്പി നിന്നു. അങ്ങനെ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്നും ചിന്തിച്ച് നോക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ചിലരെയൊക്കെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതാണ്. സാധിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഇനി കരുണാർദ്ര പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് മാത്രമല്ല നമ്മൾ പുതിയ തുടക്കമിടുക, നമ്മളിലും ഒരു പുതിയ തുടക്കം ഉണ്ടാകുകയാണ്. മനഃശാസ്ത്രം പറയുന്നത് എന്താണ്? സാധാരണ ഓട്ടക്കാർക്ക് ഏറ്റവും ബെസ്റ്റ് ടൈമിനെ റണ്ണേഴ്സ് ഹൈ എന്ന് വിളിക്കും. അവരുടെ ഹൈ പോയിന്റ് ആണത്. അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യുന്ന വ്യക്തികളുടെ ഹെൽപ്പേഴ്സ് ഹൈ എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതായത് ഒരുപാട് കരുണ കാണിക്കുന്നവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില രാസമാറ്റങ്ങൾ ഉണ്ടാവും. ലവ് ടോണിക് എന്നറിയപ്പെടുന്ന ഓക്സിറ്റോസിൻ ശക്തമായി ഉണ്ടായി തുടങ്ങും. അങ്ങനെ ഉണ്ടാകുമ്പോഴുള്ള മാറ്റം എന്താണെന്നറിയോ? ഒരാളുടെ ചർമ്മം വെറുതെ ചുരുങ്ങി പോവുകയില്ല, അത് കുറച്ചുകൂടി സ്നിഗ്ധമാകും, മാധുര്യമാർന്നതാവും. ഒരാളുടെ അകാല നരമല്യം മാറി തുടങ്ങും. ഒരാളുടെ വാർദ്ധക്യ ലക്ഷണങ്ങളെല്ലാം അപ്രത്യക്ഷമാകും. അപ്പോൾ കാരുണ്യം കാണിക്കുന്ന, സർപ്രൈസുമായി നടക്കുന്ന വ്യക്തികൾ പെട്ടെന്നങ്ങ് വാർദ്ധക്യത്തിലേക്ക് കാലെടുത്ത് വെക്കുന്നില്ല. അതാണ് അർത്ഥം. അതുപോലെ തന്നെ ഹൃദ്രോഗം പെരുകയാണല്ലോ. കാരുണ്യ പ്രവർത്തികൾ ആഴ്ചയിൽ 5-6 പ്രാവശ്യം ചെയ്യുന്നവർക്ക് ഹൃദ്രോഗ സാധ്യത കുറവാണെന്ന് കൊളംബിയ യൂണിവേഴ്സിറ്റി പഠനങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. എന്താ സംഗതി? നിട്രിക് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ഹോർമോൺ ഉണ്ടാകുന്നുണ്ട് കാരുണ്യം ചെയ്യുമ്പോൾ. ആ ഓക്സൈഡ് എന്ന് പറയുന്ന ഈ ഹോർമോൺ ഹൃദയത്തെ ആവരണമായി കാണുന്നു, ആവരണം ചെയ്ത് സംരക്ഷിക്കുന്നു. അതുകൊണ്ട് ഹൃദ്രോഗം ഇല്ലാതാകുന്നു. ഇനി ആങ്സൈറ്റി ഡിസോർഡർ ഉള്ളവർക്കും
ആ എൻസൈറ്റി മാറ്റിക്കൊടുക്കുവാൻ തക്ക വിധത്തിൽ എൻഡോർഫിൻ എന്ന ഹോർമോൺ ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് നന്മ ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളും ഒരുപാട് യൗവനയുക്തരായും സന്തോഷചിത്തരായും മാറുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ആർക്കെങ്കിലൊക്കെ സർപ്രൈസ് കൊടുക്കുക, സ്നേഹത്തിന്റെ സർപ്രൈസുകൾ. ഇനി നമ്മളെല്ലാം സർപ്രൈസ് ചെയ്യാനായിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്യരുത്. ആർക്കറിയാം എന്താണ് സംഭവിക്കുന്നത്? കാലചക്രം എത്ര വേഗത്തിലാണ് ഇരുണ്ടു പോകുന്നത്. അങ്ങനെ ഉരുണ്ടു പോകുന്ന ഈ കാലചക്ര പ്രവാഹത്തിനിടയിൽ പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യാൻ ഒരുപാട് വെയിറ്റ് ചെയ്യരുത്. നമുക്കൊരു തമാശയുണ്ട്. ഒരാളെ കുറ്റം പറയാൻ നേരത്ത്, കുറ്റം വിധിക്കാൻ നേരത്ത്, കല്ലെറിയാൻ നേരത്ത് നമ്മൾ അല്പം പോലും ചിന്തിക്കില്ല. കല്ലെറിഞ്ഞ് തച്ചുടച്ച് കൊന്നുകളയും. അതേസമയം നല്ലത് ചെയ്യുമ്പോൾ 1000 വട്ടം ചിന്തിക്കും. 1000 വട്ടം ചിന്തിച്ച് ഉറപ്പിച്ചതിന് ശേഷമേ നല്ലൊരു കാര്യം പറയുകയുള്ളൂ, നല്ലൊരു കാര്യം ചെയ്യുകയുള്ളൂ. ഇതാണ് നമ്മുടെ തമാശ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നല്ലത് ചെയ്യാൻ ഒരുപാട് വെയിറ്റ് ചെയ്യരുത്. 70കളിലെ അതിസുന്ദരമായ ഹിറ്റ് ചാർട്ടിൽ ഇടം കണ്ടെത്തിയിട്ടുള്ള ഗാനമുണ്ട്, റോസസ് ഫോർ മാമ എന്ന പേരിൽ. ഇത് അമ്മമാർക്കുള്ളൊരു ഗീതമാണ്. ഇതിന്റെ കഥ ഇതിൽ വിരിയുന്നുണ്ട്. ആ ഗാനത്തിലൂടെ ഒരാൾ ഒരു ഫ്ലവർ ഷോപ്പിൽ ചെന്ന് നിൽക്കുകയാണ്. ഒരു പൂക്കുട വാങ്ങിക്കണം, എന്നിട്ട് അമ്മയുടെ ബർത്ത്ഡേക്ക് അയച്ചു കൊടുക്കണം. ഡെലിവറി ചെയ്യാനാണ് അയാൾ ആവശ്യപ്പെടുക. അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു പയ്യൻ അടുത്ത് വന്ന് നിൽക്കുന്നു. അവനും വേണം അമ്മയ്ക്ക് കൊടുക്കാൻ ഒരു 1-2 പൂക്കൾ. അവന്റെ അമ്മയുടെയും പിറന്നാളാണ്, പക്ഷെ പൈസ തികയുന്നില്ല. ഈ യുവാവ് അവനൊരു പൂക്കൂട തന്നെ വാങ്ങി സമ്മാനിക്കുന്നു. അമ്മയെ കൊണ്ടേ കൊടുക്കുക എന്ന് പറയുന്നു. അവൻ സന്തോഷത്തോടെ ആർത്തി ചിരിച്ച് ഓടിപ്പോകുന്നു. ഇയാളും യാത്ര തുടരുന്നു. ഇടയ്ക്ക് വെച്ച് വഴിയോരത്തുള്ള സെമിത്തേരിക്കരികിൽ ഈ പയ്യനെ ഇയാൾ കണ്ടെത്തി. അയാൾ വണ്ടി നിർത്തി അവന്റെ അരികിലേക്ക് ചെന്നു. ഒരു കല്ലറയ്ക്ക് മുന്നിൽ അവൻ നിൽക്കുകയാണ്. ഈ പൂക്കുട കല്ലറയിൽ വെച്ച് അവൻ അവിടെ കിടക്കുന്ന, മരിച്ചുറങ്ങിക്കിടക്കുന്ന അമ്മയോട് സംസാരിക്കുകയാണ്. മരിച്ചുപോയ അമ്മയുടെ പിറന്നാളായിരുന്നു അന്ന്. അവനിങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഈ യുവാവിന്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു മഴ പെയ്യുന്നത് പോലെ കുറെ ഓർമ്മകളുടെ മഴ പെയ്ത്ത്, പിന്നെ കുറ്റബോധത്തിന്റെ മഴ പെയ്ത്ത് അയാളങ്ങനെ അലിഞ്ഞലിഞ്ഞ് നിന്നു. എന്നിട്ട് തിരികെ ആ ഫ്ലവർ ഷോപ്പിലേക്ക് നടന്നു. അവിടെ ചെന്നിട്ട് ഫ്ലോറിസ്റ്റിനോട് പറഞ്ഞു, നിങ്ങൾ ആ പൂക്കൾ അമ്മയ്ക്ക് വേണ്ടി അയക്കണ്ട, കാരണം ആ പൂക്കൾ ഇങ്ങ് തരിക, ഞാൻ തന്നെ എൻ്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി ഒരു സർപ്രൈസായി സ്വയം കൊടുത്തുകൊള്ളാം, നിങ്ങൾ അയക്കണ്ട, ഞാൻ പോകും അമ്മയ്ക്കൊരു സർപ്രൈസ് നൽകാനായിട്ട്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയൊക്കെ വേണം ആളുകൾക്ക് സർപ്രൈസ് നൽകാൻ. ആളുകളെ കുറച്ചുകൂടി ജീവിതത്തിലേക്ക് വളരാൻ, ഉയരാൻ, പറക്കാൻ ഒരു പ്രചോദനമായി മാറുക. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ, എനിക്ക് സാധിക്കട്ടെ, നമ്മളൊക്കെ നടക്കുന്ന വഴികളിലൊക്കെ വെട്ടമുണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. നല്ല യാത്ര നേരുന്നു. ആമേൻ. ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ഉപകാരസ്മരണയായി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. കൃപാനിധിയായ ദൈവം, ക്ലേശിതരും രോഗാതുരരും നിസ്സഹായരുമായ അനേകർ അങ്ങേ ദാസനായ വിശുദ്ധ അന്തോനീസിന്റെ പക്കലോടി അണയുന്നത് അങ്ങ് കാണുന്നുവല്ലോ. അവർ ഈ വിശുദ്ധന്റെ മാധ്യസ്ഥ്യ ശക്തി വഴി ഹൃദയ സമാധാനവും ആയുരാരോഗ്യവും സ്വർഗീയ നന്മകളും പ്രാപിച്ച് അങ്ങേക്ക് നന്ദി പ്രകാശിപ്പിക്കാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണയുകയും നിത്യം നിലനിൽക്കുകയും ചെയ്യട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലും കുടുംബത്തിലും എന്നും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ും
വിശുദ്ധ അന്തോണീസിന്റെ തീർത്ഥാടന കേന്ദ്രത്തിലേക്ക് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ അന്തോണീസിന്റെ സ്വർഗീയ മാധ്യസ്ഥ്യം വഴി എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഏവർക്കും പ്രാർത്ഥനാപൂർവം നേരുകയും ചെയ്യുന്നു. ദയവായി ശ്രദ്ധിക്കുക, നിങ്ങളുടെ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളും ഹാൻഡ് ബാഗുകളും പേഴ്സുകളും പ്രത്യേകം സൂക്ഷിക്കുക. നിങ്ങളുടെ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങളും മൊബൈൽ ഫോണുകളും ഹാൻഡ് ബാഗുകളും പേഴ്സുകളും പ്രത്യേകം സൂക്ഷിക്കുക. തിരുവഴിപാട് നടത്തുന്ന വിശുദ്ധന്റെ കപ്പേളയുടെ മുൻവശത്തും പരിസരങ്ങളിലും പൂമാല ചാർത്തുന്ന നിരകളിലും അടിമ സമർപ്പണം നടത്തുന്ന ഹാളിലും തിരക്കുള്ള എല്ലാ സ്ഥലത്തും പ്രത്യേക ജാഗ്രത പുലർത്തുക. ഒന്ന് നഷ്ടപ്പെടാൻ ഇടവരരുത്. ദയവായി എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ അന്തോണീസിന്റെ തിരുനാൾ ഫെബ്രുവരി മാസം 26, 27, 28 തീയതികളിൽ സാഘോഷം കൊണ്ടാടുന്നു. തിരുനാളിനൊരുക്കമായ അനുഗ്രഹ നവനാൾ നൊവേന ഫെബ്രുവരി 17 ആരംഭിച്ച് 25 സമാപിക്കുന്നു. തിരുനാൾ ആഘോഷങ്ങളിലേക്കും അനുഗ്രഹ നവനാൾ നൊവേനയിലേക്കും എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു.